രാജ്യത്തെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടു. മരിച്ചവരുടെ പട്ടികയിൽ ഒരു മലയാളിയുമെന്ന വാർത്ത കേരളത്തിന് അധിക വേദനയായി. പത്തനംതിട്ട സ്വദേശിയായ കോഴഞ്ചേരി പുല്ലാട് കുറുമുഴ കോഞ്ഞോൾ വീട്ടിൽ രഞ്ജിത ആർ നായരാണ് മരിച്ചത്. ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് UK-യിൽ ജോലി ലഭിച്ചിരുന്നു. ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് അഹമ്മദാബാദിലേക്ക് ഇവർ യാത്ര പുറപ്പെട്ടത്. ഈ യാത്രയിലാണ് സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കി രഞ്ജിതയെ മരണം തേടിയെത്തിയത്. അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്നുച്ചയോടെയായിരുന്നു അപകടം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഒരു ജീവൻ പോലും ബാക്കി വെക്കാതെ തകർന്നു തരിപ്പണമായത്. വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ 61 പേരും വിദേശികളായിരുന്നു. മാത്രമല്ല, വിമാനം ഇടിച്ചു കയറിയത് വിദ്യാർത്ഥി ഹോസ്റ്റലിലേക്കുമാണ്. ഗുജറാത്തിലെ മാത്രമല്ല, രാജ്യത്ത് തന്നെ പഴക്കമേറിയ പേരുകേട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചു കയറിയത്. വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണത്തിനെത്തിയ സമയത്താണ് അപകടമുണ്ടായത്. നിരവധി MBBS വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കുണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 1 കിലോമീറ്റർ പോലും അകലത്തല്ലാതെയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തീഗോളമായി മാറിയത്. കണ്ണിമ ചിമ്മുന്നതിനിടെ വിമാനം സിവിൽ ആശുപത്രിയുടെ കെട്ടിടത്തിന് മേൽ പതിച്ചു. അപകട കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പരിചയസമ്പന്നരായ പൈലറ്റുമാരാണ് വിമാനം പറത്തിയിരുന്നതെന്നാണ് എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. അപകടത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 300 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടായിരുന്ന വിമാനത്തിൽ യാത്രക്കാരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. ദുരന്തത്തെ തുടർന്ന് എയർ ഇന്ത്യ സമൂഹ മാധ്യമങ്ങളിലെ ലോഗോ കറുപ്പാക്കി. പരിചയസമ്പന്നനായ ക്യാപ്റ്റൻ സുമിത് സബർവാളാണ് അപകട സമയത്ത് വിമാനം പറത്തിയിരുന്നത്. 8200 മണിക്കൂർ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ളയാളാണ് സുമത്. ക്ലൈവ് സുന്ദറാണ് ഫസ്റ്റ് ഓഫീസറായി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. സാങ്കേതിക തകരാർ നേരിട്ടതിന് നിമിഷങ്ങൾക്കകം എയർ കൺട്രോൾ യൂണിറ്റിലേക്ക് സന്ദേശം എത്തിയിരുന്നു. അപകട സന്ദേശം ലഭിച്ചതിന് പിന്നാലെ രക്ഷാപ്രവർത്തകരും സജ്ജരായി നിന്നു. കനത്ത പുകയും തീയും കാരണം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പണിപ്പെട്ടാണ് അപകട സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 90 അംഗ ടീമാണ് പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് കൂടി ഇടിച്ചു കയറിയതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നതാണ് രാജ്യത്തിന്റെ ആശങ്ക. Subscribe to One India and never miss an update. Download the One India app now.